പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പാചക ശിരോമണി എന്ന കഥ കേൾക്കൂ. മാമ, ഇന്നത്തെ പായസം സൂപ്പർ. ഒരു കൊച്ചുകുട്ടി വന്ന് കുട്ടപ്പൻ മാമനോട് പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചു. കൊള്ളാം കുട്ടപ്പ, പഴയ കാലത്താണ് ഇതുപോലെയുള്ള പായസം കഴിച്ചിട്ടുള്ളത്. അടുത്തൊന്നും ഇത്ര രുചിയുള്ള പായസം കിട്ടിയിട്ടില്ല. ഒരു മുതിർന്ന പൗരൻ പറഞ്ഞു. കുട്ടപ്പേട്ടൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഉണ്ടായി വന്നു എന്ന് മാത്രം എൻ്റെ കഴിവൊന്നുമല്ല. ഗ്രാമത്തിലെ ആസ്ഥാന പാചക വിദഗ്ധനാണ് കുട്ടപ്പേട്ടൻ. വലിയ അടുപ്പിൽ തിളച്ചുമറിയുന്ന പായസം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പാചക ശിരോമണി കുട്ടപ്പൻ. തലേ ദിവസം രാത്രി തുടങ്ങിയ ജോലിയാണ്. ഒരു നിമിഷം അദ്ദേഹം വെറുതെ ഇരുന്നില്ല. എല്ലായിടത്തും കണ്ണെത്തുകയും തൻ്റെ ജോലി കൃത്യമായി ചെയ്യുകയും കുട്ടപ്പേട്ടന് ഹരമാണ്. കുട്ടപ്പൻ മാമൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ കഴിവാണിതെന്ന്, ഞാൻ തന്നെയാണ് പാചകം ചെയ്തത് എന്നൊന്നും പറയാറില്ല. അദ്ദേഹം എപ്പോഴും പറയും, ഇത് നമ്മളൊക്കെ ചേർന്നുണ്ടാക്കിയ ഭക്ഷണമല്ലേ. ആ ദിവസം ഗ്രാമത്തിലെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കാനായിരുന്നു കുട്ടപ്പേട്ടനെ ഏൽപ്പിച്ചിരുന്നത്. രവിച്ചേട്ടൻ അരി കഴുകി, ലീല ചേച്ചി പച്ചക്കറികൾ നുറുക്കി, ഉണ്ണിമാമൻ തീ കൂട്ടി, കുട്ടപ്പൻ മാമൻ വലിയ ചട്ടുകം കൊണ്ട് പായസം ഇളക്കി. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ വേഗത കണ്ട് കൗതുകത്തോടെ കുട്ടികൾ ചുറ്റും കൂടി. മാമ, കറികൾക്കൊക്കെ ഇത്ര രുചിയുണ്ടാവാൻ എന്താ രഹസ്യം? കുട്ടപ്പൻ മാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉപ്പ്, മുളക്, മഞ്ഞൾ ഇതൊക്കെ വേണം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ അതറിയോ? കുട്ടികൾ തലകുലുക്കി. അറിയില്ല. സ്നേഹം, മാമൻ പറഞ്ഞു. സ്നേഹമില്ലാതെ പാകം ചെയ്താൽ വയർ നിറയും, പക്ഷേ മനസ്സ് നിറയില്ല. ഭക്ഷണം വിളമ്പിത്തുടങ്ങിയപ്പോൾ ഒരു വയസ്സായ അമ്മൂമ്മ രുചിയോടെ കഴിക്കുന്നത് കണ്ടു. കുട്ടികൾക്കും അതിലേറെ സന്തോഷമായിരുന്നു. അവസാനം പാചകം ചെയ്തവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ചോറിൻ്റെ ചൂടിനേക്കാൾ ഹൃദയങ്ങളുടെ ചൂട് അവിടെ അനുഭവപ്പെട്ടു. സ്നേഹത്തിൻ്റെ ചൂട്. ഗ്രാമത്തിലെ ഒരു കുഞ്ഞു പറഞ്ഞു, വലുതാകുമ്പോൾ ഞാൻ മാമനെ പോലെ ഒരു പാചക ശിരോമണിയാകും, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ. കുട്ടപ്പൻ മാമൻ്റെ കണ്ണിൽ ചെറിയൊരു തിളക്കം. അത് സ്നേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളിയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഒരു അപ്പൂപ്പൻ പറഞ്ഞു, പാകം ചെയ്യുന്നത് കൈകളിൽ മാത്രമല്ല, ഹൃദയം കൊണ്ടുകൂടിയാണ്. അത് കേട്ട് മാമൻ പുഞ്ചിരിച്ചു.